നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി കുറച്ച് ദിവസം അല്ലെങ്കിൽ മാസം കൂടിയേ ബാക്കിയുള്ളൂ. ഇപ്പോ എല്ലാ തവണയും CPM-ഉം കോൺഗ്രസും ഒക്കെ BJP ആയാലും സ്ഥാനാർത്ഥികളെ കുറച്ച് നേരത്തെ അങ്ങ് നിർണ്ണയിക്കും. കാരണം ജനങ്ങളുമായി കുറച്ച് അടുത്തിടപഴകാനൊക്കെ പലർക്കും ഇത് സഹായകരമാകും. ഇപ്പോ കോൺഗ്രസ് വയനാട് ഒരു കോൺക്ലേവ് ഒക്കെ നടത്തുന്നുണ്ട്. പൊതുവെ കോൺഗ്രസിന്റെ ഒരു പരാതി കോൺഗ്രസിന്മേൽ വരുന്നത് ഈ കിഴവന്മാരെയൊക്കെ, അതായത് യുവത്വത്തിന് അവഗണിക്കുന്നു, അവർക്കൊരു പരിഗണന കൊടുക്കാതെ കിഴവന്മാരെ തന്നെ വെച്ച് പയറ്റി പോകുന്ന ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ കോൺഗ്രസിന് പല സമയങ്ങളിൽ കോൺഗ്രസിന് അത്തരത്തിലുള്ള ഒരു ഇത് കേൾക്കാറുണ്ട്. വിവാദങ്ങളിൽ കോൺഗ്രസ് പെടാറുണ്ട്. ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇപ്പോ സുധാകരനൊക്കെ വന്നപ്പോൾ പലരും കമന്റ് ഇടുന്നുണ്ട്, പല്ലു കൊഴിഞ്ഞ സിംഹത്തിൽ നീയെങ്കിലും വീട്ടിലിരിക്കാറായില്ലേ എന്നൊക്കെ. അദ്ദേഹം വളരെ മികച്ച നേതാവാണ് എങ്കിൽ പോലും അത് യുവാക്കൾ വരട്ടെ എന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ നടക്കുന്ന ഈ ഒരു കോൺക്ലേവ് എന്തെങ്കിലും തരത്തിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഗ്രൂപ്പിസം ഉണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏതൊക്കെ ഘടകങ്ങളായിരിക്കും പരിഗണിക്കുക ഇത്തവണ? നമ്മൾ ഈ ഒരു സിനിമയിൽ ദിലീപ് വാർത്ത വായിക്കുന്നതുകൊണ്ട് താഴെ മുണ്ടെടുത്തിട്ട് വലിയ കോട്ടൊക്കെ ഇട്ട് സ്റ്റൈലിൽ ഇരിക്കുന്നതെന്ന് കണ്ടിട്ടില്ല. അതായത് നമ്മളിപ്പോ പറയുന്ന മറ്റൊരു വാചകമാണ് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലെന്ന് എന്നതുപോലെ താഴെത്തട്ടിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കോൺഗ്രസിനെ അതിന്റെ വിജയ സാധ്യതയെ നിലനിർത്തുവാനും നവീകരിക്കുവാനും മെച്ചപ്പെടുത്തുവാനുമുള്ള ഒരു പരിശ്രമമായിട്ടാണ് 4-5 തീയതികളിൽ വയനാടിൽ വെച്ച് ഇങ്ങനെ ഒരു കോൺക്ലേവ് നടത്താനായിട്ട് തീരുമാനിച്ചത്. സ്ക്രീനിങ് ആണ്. അപ്പൊ ഇതിലെ ഒരു രസകരമായ വാചകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 170 മുതിർന്ന നേതാക്കന്മാർ പങ്കെടുക്കുമെന്നുള്ളതാണ്. മറന്നു പോകരുതേ, 170 മുതിർന്ന നേതാക്കന്മാർ കോൺഗ്രസിൽ ഉണ്ടെന്നാണല്ലോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഈ കേരളത്തിലെ സീറ്റ് എത്രയാ? 140. കഴിഞ്ഞ തവണ കോൺഗ്രസ് മത്സരിച്ചത് 93 സീറ്റിലാണ്. അതായത് 2021 93 സീറ്റില് അവർ മത്സരിച്ചു. അതില് 22, അതുകൂടാതെ 22 സീറ്റിൽ ലീഗിന് കൊടുത്തു. 15 എണ്ണത്തിൽ അവര് ലീഗ് ജയിച്ചു. 10 എണ്ണം ജോസഫിന് കൊടുത്തു. 2 എണ്ണത്തിൽ ജയിച്ചു. അപ്പൊ അവരുടെ കയ്യിലുള്ള സീറ്റ് 93 മുതിർന്ന നേതാക്കൾ തന്നെ 170 പേരുണ്ട്. കേരളത്തിലെ ആകെ സീറ്റ് എന്ന് പറയുന്നത് 140. ഈ കണ്ടീഷനിൽ വേറെ ഒരു കാര്യങ്ങൾ കൂടെ ഉണ്ട് അതിന്റെ പുറകെ വന്നിരിക്കുന്നത്. അടുത്ത ഇലക്ഷനിൽ മുതിർന്ന ചില MP-മാർക്ക്, അതായത് നിലവിൽ MP-മാരായവർക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെയാണ് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ താഴെത്തട്ടെന്ന് പറഞ്ഞത് ഇതിൽ എവിടെ കൊണ്ടേ വെക്കാൻ പറ്റും? ഇതെല്ലാം മുകളിൽ തട്ട് തന്നെ ഇത്രയും ആൾക്കാരുണ്ട്. ഇപ്പൊ എവിടെയാ താഴെത്തട്ട്? ഇതാണ് കോൺഗ്രസിന്റെ ഒരു പരാജയം എന്ന് പറയുന്നത്, അല്ലേ? ഇല്ലേ, നേതാക്കന്മാര് മാത്രം നിറഞ്ഞിരിക്കുന്ന സ്റ്റേജും അണികളെ നോക്കുമ്പോ ഇല്ല, നേതാക്കന്മാര് സ്റ്റേജിലിരുന്ന് അവരോട് തന്നെ സംസാരിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും കോൺഗ്രസ്സുകാരുടെ പരിപാടിയിൽ സ്റ്റേജ് ഇടിഞ്ഞ് താഴെ വീണിട്ടുണ്ട്. അതിന്റെ പിന്നെ അതേപോലെ ഒന്നും തള്ളും നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ക്യാമറയുടെ മുമ്പിൽ വരാൻ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നേതാക്കന്മാർ ധാരാളമുണ്ട്, അണികൾ വളരെ കുറവാണ് എന്നതാണ് പ്രശ്നം. അണികൾ എന്ന പ്രവർത്തകർ എന്ന് വിളിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. ഇപ്പോ ഇങ്ങനെയാണ് ഇലക്ഷനെ നേരിടാനായിട്ട് അവർ തീരുമാനിക്കുന്നത്. ഓക്കെ, ഇതിനെ മുൻപ് ശ്രീ രാഹുൽ ഗാന്ധി അധികാരം ഏറ്റ ഉടനെ കേരളത്തിൽ ഉൾപ്പെടെ ചെയ്ത ഒരു ഇന്റർവ്യൂ നടത്തിയ ഒരു കാര്യം ഓർമ്മയുണ്ടല്ലോ. അത് കേരളത്തിലും നടത്തിയായിരുന്നു. DCC പ്രസിഡന്റുമാരെ ഒക്കെ ഭാരവാഹികളെയൊക്കെ തിരഞ്ഞെടുക്കാനായിട്ട്. എന്നിട്ട് ആരെ ഭരിച്ചെന്നറിയാവോ? കേരളം പിണറായി വിജയനായിരുന്നു. അതിനുശേഷം വന്ന ഇലക്ഷനിൽ പിണറായി വിജയനാണ് ഭരിച്ചത്. അതിനുശേഷം വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനാണ് നേട്ടം കിട്ടിയത്. അദ്ദേഹം ഈ ആഗോള ഒരു യാത്ര നടത്തിയില്ല, ജോഡോ യാത്ര നടത്തിയിട്ട് ഇന്ത്യ മുഴുവൻ താമര വിരിഞ്ഞു എന്ന് പറഞ്ഞതുപോലെയാണ് കേരളത്തിലും ഇതിന്റെ ഫലമുണ്ടായത്. ഇതിലിപ്പോ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന് ഒരുപാട് പ്രതികൂല ഘടകങ്ങളുണ്ട്. അതവർ മനസ്സിലാക്കുന്നില്ല. ഒന്ന്, ഗ്രൂപ്പ് വീതം വെക്കുന്ന ഒരു പ്രക്രിയ. ആ പ്രക്രിയ ഇല്ലാത്തൊരു ഇലക്ഷൻ ഇല്ല. പിന്നെ താഴെ തട്ടിലേക്ക് അവർ ആൾക്കാരെ കൊണ്ടുവരും, യുവാക്കൾക്ക് പ്രാതിനിധ്യം കൊണ്ടുവരും എന്ന് പറയുമ്പോൾ ഗ്രൂപ്പിലുള്ളവര് എന്ന് പറയുന്നത് ആ ഗ്രൂപ്പിൽ ഏറ്റവും മുതിർന്ന ആൾക്കാരല്ലേ, അവർക്കല്ലേ സീറ്റ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അവർക്ക് സീറ്റ് കൊടുത്തിട്ട് പിന്നെ താഴെ തട്ടെന്ന് പറയുമ്പോൾ വിരലിൽ എണ്ണാവുന്ന 1-2 പേര്. അതിന് പോലും സാധ്യതയില്ലാത്ത രീതിയിൽ കോൺഗ്രസിനെ ഇപ്പോൾ മറ്റൊരു ബാധ കൂടെ പിടികൂടിയിട്ടുണ്ട്. അടുത്ത ഇലക്ഷൻ എന്തായാലും ജയിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെ പലരും പല മത്സരങ്ങളിൽ നിന്നും ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് മാറി MLA ആയാൽ മതി എന്ന് പറഞ്ഞു നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഈ കാര്യങ്ങളിൽ ഇനി ഈ മുഖ്യമന്ത്രിമാരാകാൻ ആഗ്രഹിച്ച് നടക്കുന്നവര്, ആഭ്യന്തരമന്ത്രിമാരാകാൻ ആഗ്രഹിക്കുന്നവർ, ഇതിനപ്പുറമുള്ള പല കാര്യങ്ങളും പിന്നെ തീരുമാനിക്കുന്നത് ഒരു പക്ഷെ പ്രധാന ഘടകകക്ഷികൾക്കായിരിക്കും ധനകാര്യം, വ്യവസായമൊക്കെ പോകുന്നത്. ആകെ 2 എണ്ണം ഉള്ളത് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമാണ്. അപ്പൊ ഇതിന് ശ്രമിക്കുന്ന ആൾക്കാർക്ക് എല്ലാം ഈ സീറ്റ് കിട്ടണമെങ്കിൽ ഇതെല്ലാം മത്സരിച്ച് ജയിക്കണ്ടേ? അപ്പൊ ഈ താഴെ തട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് സാധാരണ യുവാക്കൾ എന്ന് പറയുന്നവർക്ക്
ഏതെങ്കിലും രീതിയിലുള്ള സ്കോപ്പ് ഇല്ല എന്നുള്ളത് ഈ പ്രസ്താവനയിൽ തന്നെയുണ്ട്. കൂടാതെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇവരാണല്ലോ സാധാരണഗതിയിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത്. ഈ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോൾ ഇത് തന്നെയാണോ സാധാരണ നിലവിൽ വരുന്നത്? അല്ല. എന്ത് സംഭവിക്കും അവസാനം? മുതിർന്ന നേതാക്കൾ തന്നെ വരും. ആണ്. ഇതിന്റെ കാരണം എന്താണ്? എല്ലാം തീരുമാനിക്കുന്ന ആരാണ്? ഹൈക്കമാൻഡ് ആണ്. അവിടെയും മുതിർന്നവര്. ഹൈക്കമാൻഡ് തീരുമാനിക്കാത്ത ഒരു ഇലക്ഷനും, അതായത് ഹൈക്കമാൻഡിന്റെ അപ്രൂവൽ എന്ന് പറയുന്നത് ഇവിടെ എപ്പോഴും ഇവര് തമ്മിൽ ഗുസ്തി നടത്തും. അപ്പൊ റഫർ എവിടെ നിന്ന് വിസിൽ വന്നവര് അവര് പറയും ലിസ്റ്റുമായിട്ട് അങ്ങോട്ട് പോയിരിക്കുന്നു, അല്ലെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞതിന് ശേഷം അവര് തീരുമാനം എടുക്കും. ഇങ്ങനെ ഒരു തീരുമാനമെടുത്താൽ നന്നാണെന്നാണോ കോൺഗ്രസിന്റെ ഇലക്ഷൻ? ഒരിക്കലുമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് മറ്റു പാർട്ടികളെ പോലെ അല്ല, കുറച്ചുകൂടി വേരൂന്നിയ പാർട്ടി എന്നാണ് അവർ പറയുന്നത്. ഇന്ത്യയിൽ മറ്റു പാർട്ടികളെ പോലെ അല്ല, ആഴത്തിൽ വേരൂന്നി നടക്കുന്ന പാർട്ടി എന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമ്മൾ ഈ അടുത്ത കാലത്താണ്, ഇപ്പൊ രാഹുൽ ബാബുട്ടൊക്കെ പെണ്ണ് കേസിലൊക്കെ പെട്ടാൽ പോലും നമ്മൾ ഈ അടുത്ത കാലത്താണ് കുറച്ച് യുവ നേതാക്കളെയൊക്കെ കാണുന്നത്. യുവ നേതാക്കൾ എന്ന് പറയാൻ പറ്റില്ല എങ്കിലും രാഹുൽ മാങ്കൂട്ട, ഷാഫി പറമ്പിൽ, വിഷ്ണുനാഥ്, ശബരിനാഥ്, അങ്ങനെ കുറച്ച് നേതാക്കളെയൊക്കെ നമ്മൾ ഈ അടുത്ത കാലത്താണ് കണ്ടു തുടങ്ങിയതും. ഒരു 10 വർഷത്തിനകത്ത് അല്ലെങ്കിൽ ഒരു 10-15 വർഷത്തിനകത്താണ് നമ്മൾ ഇവരെയൊക്കെ കണ്ടു തുടങ്ങിയത്. എന്നാൽ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ആരാണ്? ഈ VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, K സുധാകരൻ, ഇതിനപ്പുറം കഴിഞ്ഞ് ഇനി മറ്റൊരു രമേശ് ചെന്നിത്തല, ഇതിനപ്പുറം കഴിഞ്ഞ് നമുക്ക് മറ്റൊരു പേരുള്ളൂ. ഉമ്മൻചാണ്ടി ഉണ്ടെങ്കിൽ ആദ്യ ലിസ്റ്റിൽ ഉമ്മൻചാണ്ടി വന്നനെ, കരുണാകരൻ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യ ലിസ്റ്റിൽ കരുണാകരൻ വന്നനെ. കരുണാകരന്റെ മകൾ അപ്പുറത്ത് പോയതുകൊണ്ട് ഒരു സീറ്റിലുള്ള അടി കുറയും. കാരണം BJP-യിലായതുകൊണ്ട് മുരളീധരന് സീറ്റ് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. കരുണാകരന്റെ മക്കളെന്നുള്ള രീതി നോക്കണം. ഇനി അങ്ങോട്ട് പോയാൽ ഗാന്ധി കുടുംബം മൊത്തം ഇത് കൈയടക്കി വെച്ചേക്കാണ്. മക്കളെയും ചെറുമക്കളെയും അവർക്കുണ്ടാവുന്ന മക്കളെയും കൂടെ പാർട്ടിയിൽ ഇറക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നവരാണ് അവിടെ ഇരിക്കുന്നത്. ഇതാണ് കോൺഗ്രസിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. തമ്മിത്തല്ല്, ഗ്രൂപ്പിസം, അധികാരമോഹം, ഈ മൂന്നും കോൺഗ്രസിനെ തകർത്ത് തരിപ്പണമാക്കാം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു വലിയ വിജയം, നമ്മള് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവരെ വിജയിക്കുമെന്നൊന്നും അതിമോഹമൊന്നും ഇവർ കാണണ്ട. കാരണം ഒരുപക്ഷെ ഈ തമ്മിത്തല്ലി പ്രശ്നങ്ങളൊക്കെ വരുമ്പോ യുവമാരെ തമ്മിത്തല്ലിനെക്കാളും മറ്റൊരാളുടെ അഹങ്കാരവും ധാർഷ്ട്യവും തന്നെ മതി എന്നുള്ള ചിലപ്പോൾ ആളുകളൊക്കെ തീരുമാനിക്കും. കാരണം ഇവന്മാര് വന്നാൽ ഈ തമ്മിത്തല്ലും അധികാരമോഹവും മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി എന്തും കാണിക്കാൻ ഇവര് തയ്യാറാവും. അതിലും നല്ലത് അയാൾ തന്നെ എന്നുള്ള രീതിയിലേക്ക് ആളുകൾ അങ്ങ് മാറും. പിന്നെ കുറച്ച് വേണമെങ്കിൽ BJP കൂടെ അങ്ങ് ജയിപ്പിക്കാം. കാരണം കോർപ്പറേഷനിലൊക്കെ വന്നപ്പോൾ അവരുടെ ആദ്യ പടിയൊക്കെ കണ്ടപ്പോൾ ആളുകൾക്ക് ചിലപ്പോൾ കാണും. അങ്ങനെ ഒരു ഇതിലേക്ക് അവർ കിടക്കുക. കോൺഗ്രസിന്റെ പരാജയം എന്ന് പറയുന്നത്, കോൺഗ്രസിന്റെ ജനങ്ങളിൽ 10 വർഷം തഴഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലാവാത്ത കാര്യം, നിങ്ങളുടെ ഈ അധികാര മോഹമാണ് നിങ്ങളെ ജനങ്ങളിൽ നിന്ന് അകറ്റിയതെന്ന് ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഈ സ്ഥാനാർത്ഥി യുവാക്കൾക്ക് പ്രാതിനിധ്യം കൊടുക്കുമ്പോഴല്ലേ ഒരു പാർട്ടി വളരൂ. കുറച്ചുകൂടി ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് എന്താണ് അവർക്ക് വേണ്ടത്, ജോലി സാധ്യത അടക്കം. ഈ പല കുട്ടികളും ഇവിടുന്ന് വിദേശത്തേക്ക് പോകുന്നു, തൊഴിലവസരങ്ങൾ കുറയുന്നു. അപ്പൊ എല്ലാം കണക്കിലെടുത്ത് അവർക്ക് അവരുടേതായ മൈൻഡ് വെച്ച് ചിന്തിക്കാൻ യുവാക്കളെ പറ്റൂ. ഈ പണ്ടത്തെ അപ്പൂപ്പന്മാര് വീട്ടിലെ കാരണവര് ഇനി എത്ര പിള്ളേരെ ന്യൂജനായാലും കാരണവർ തന്നെ, അതിൽ മാറ്റമൊന്നും വരില്ല. കാല് കഴിയുക വീടിനകത്ത് കയറാവൂ എന്ന് കാരണവര് പറഞ്ഞാൽ കാല് കഴുകിയിട്ടേ കയറാൻ പറ്റൂ, അത് എത്ര ന്യൂജനായാലും. അതാണ് കോൺഗ്രസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരിപ്പോ കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസ് മാത്രം തനിച്ച് 70 സീറ്റുകളിൽ ജയം നേടണം. 93-ലാണല്ലോ കഴിഞ്ഞ തവണ മത്സരം. ലീഗ് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ സീറ്റ് ചോദിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു 22 ചോദിക്കും, അവരത് കൂടുതൽ ചോദിക്കില്ല. കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസ്താവന ഉണ്ടായിരുന്നു. പക്ഷേ ആരെ ഭരിക്കുന്നത്? ഘടകകക്ഷികൾ ഈ പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ സമ്മതിക്കില്ല എന്ന് മാത്രമല്ല, മറ്റൊരു സാധ്യതയുണ്ട്. നമ്മൾ കരുതും ഘടകകക്ഷികൾ കോൺഗ്രസിൽ നിൽക്കാൻ അത്ര സുഖകരമായിട്ട് നിൽക്കുന്നത് അല്ല. ഘടകകക്ഷികൾക്ക് എപ്പോൾ വേണമെങ്കിലും ജയിച്ചതിന് ശേഷം തങ്ങൾ ആവശ്യപ്പെടുന്നത് കിട്ടിയില്ലെങ്കിൽ മറുകണ്ഠം ചാടാം. മറുകണ്ഠം ചാടി ഒരു അവിശ്വാസം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും CPM-ന് മനസ്സിലായോ? അപ്പൊ ആ രീതിയിലേക്ക് വരും. 70 സീറ്റ് എന്ന് പറയുന്നത് തനിച്ചും ബാക്കി ഘടകകക്ഷികളുടെ ബലത്തിലും ഭരിക്കാമെന്നാണ് പറഞ്ഞത്. അത് 71 എന്ന് അവർ പറയുന്നില്ലെന്ന് ഓർക്കണം. 7, 7, 14, അതായത് 71 തനിച്ച് ഭൂരിപക്ഷം കിട്ടും. അതവർ ലക്ഷ്യം വെക്കുന്നില്ല. അവര് 140-ന്റെ കൃത്യം പകുതി മതി. എന്നിട്ട് ഘടകകക്ഷി ഇല്ലാതെ ചിന്തിക്കാനേ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളത് കാണുന്നത്. ലീഗ് പോയി കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? ലീഗ് ചാടാൻ എപ്പോഴേലും റെഡിയാണ്. അധികാരമില്ലാതെ അവര് തന്നെ പറയുന്നത് ഞങ്ങൾക്ക് അധികാരം ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന്. അങ്ങനെ ലീഗ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഇത്തവണയും കൂടെ അവർ പോയാൽ, ലീഗ് CPM-ലോട്ട് ചാടിയാൽ, പിന്നെ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി കേരളത്തിലുണ്ട്. ഇപ്പൊ CPM കേരളത്തിലും കൂടി ഉള്ളൂ എന്ന് പറയുന്നത് പോലെ കോൺഗ്രസിന് കേരളത്തിൽ ഒരിക്കലും ഉണ്ടാവാത്ത അവസ്ഥയിലായിട്ട് കോൺഗ്രസ്സുകാർ തന്നെ ആ പാർട്ടി കൊണ്ടുപോകും. അതെ അതെ.